Hey guys, welcome back to another video of the stylish men. Guys, അങ്ങനെ സമ്മറായി. പക്ഷേ ഒരു ചോദ്യം, നിങ്ങൾ സമ്മറിൽ ഡ്രസ് ചെയ്യുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടാണോ അതോ കംഫർട്ടിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇന്ന് ഞാനൊരു സമ്മർ വാർഡ്രോബ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ 5 കോമൺ സമ്മർ ഫാഷൻ മിസ്റ്റേക്കും കൂടെ 3 സ്റ്റൈലിഷ് സമ്മർ ഔട്ട്ഫിറ്റ് ക്രിയേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇതിലേതാണ് ബെസ്റ്റ്. അതുകൂടാതെ മറ്റൊരു കാര്യം, ചലഞ്ച് നമ്പർ 2 പറയുന്ന കാര്യം 90% ആണുങ്ങളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ബ്ലാക്ക് ടീഷർട്ട് വേഴ്സസ് ലൈറ്റ് ടീഷർട്ട്. ബ്ലാക്ക് കളർ സ്റ്റൈലിഷ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ സമ്മറിൽ സ്റ്റൈല് മാത്രം നോക്കിയാൽ മതിയോ? ഗൈസ്, ബ്ലാക്ക് കളർ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ്. അതിന് പകരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൈറ്റ്, ക്രീം, ബീച്ച്, സ്കൈ ബ്ലൂ. ഇതേപോലത്തെ ഷെയ്ഡ്സ് എല്ലാം നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ ഒരുവിധം കൂളാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ചലഞ്ചിന്റെ വിന്നർ എന്ന് പറയുന്നത് ലൈറ്റ് കളേഴ്സ് ആണ്. അടുത്ത ടോപ്പിക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഈ മിസ്റ്റേക്സ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ്. ചലഞ്ച് നമ്പർ 2, ഫാബ്രിക് ടെസ്റ്റ്. അപ്പിയറൻസ് നോക്കി ഡ്രസ് എടുക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാനും ഇടയ്ക്ക് അങ്ങനെ തന്നെയാണ് എടുക്കാറ്. പക്ഷേ സമ്മർ ടൈമിൽ നമ്മൾ ഡ്രസ്സിന്റെ കളറിന് പകരം ഫാബ്രിക് നോക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് കോട്ടൺ, ഇത് പോളിസ്റ്റർ. രണ്ടും കാണാൻ സൂപ്പറാണ്. പക്ഷേ കോട്ടൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രീത്തിങ് തരും. പക്ഷെ പോളിസ്റ്റർ ആണെങ്കിലോ നിങ്ങൾ നല്ല രീതിയിൽ ഉള്ളിൽ വേർക്കാൻ ചാൻസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് പോളിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഫാബ്രിക്കിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. റൈറ്റ് ഫാബ്രിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് സമ്മറിൽ സാധിക്കും. അപ്പോൾ ഈ ചലഞ്ചിലെ വിന്നർ എന്ന് പറയുന്നത് കോട്ടൺ. ചലഞ്ച് നമ്പർ 3, ഫുഡ്വെയർ ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഔട്ട്ഫിറ്റ് എല്ലാം റെഡിയായി, പക്ഷെ ഫുഡ്വെയർ ഇല്ലെങ്കിൽ അവിടെ പോയി. എപ്പോഴും റൈറ്റ് ഫുഡ്വെയർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പലരും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ ഫുഡ്വെയറിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ചിലർ പഴയ ഷൂസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ പഴയതായാലും ചൂസ് ചെയ്യുമ്പോൾ നല്ല ഷൂസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു സ്പോർട്സ് ഷൂസ് നിങ്ങൾ ഈ വക ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ യൂസ് ചെയ്യാനേ പാടില്ല. അത് തികച്ചും റോങ് ആണ്. എപ്പോഴും നിങ്ങൾ ഒരു ക്ലീൻ വൈറ്റ് സ്നീക്കർ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് സ്നീക്കർ അല്ലെങ്കിൽ ലോഫേഴ്സ്, അത് എപ്പോഴും നിങ്ങളുടെ ഇതേപോലുള്ള ഔട്ട്ഫിറ്റിനെ ഇൻസ്റ്റന്റ്ലി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ആൾവേസ് ചൂസ് റൈറ്റ് ഫുഡ്വെയർ. സോ ഈ ചലഞ്ചിലെ വിന്നർ എന്ന് പറയുന്നത് ക്ലീൻ ഫുഡ്വെയർ. അപ്പോൾ ചലഞ്ചെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മർ വാർഡ്രോബ് സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ആദ്യം ഒരു വൈറ്റ് ടീഷർട്ട്, അടുത്തത് ബീച്ച് ട്രൗസർ. ഇത് രണ്ടും തന്നെ ക്ലീൻ ആണ്, മിനിമൽ ആണ്, അതുപോലെ ഡെയിലി യൂസിങ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇത് സ്റ്റൈൽ ബിൽഡ് എ ആണ്. അടുത്തത് ബി, ഡാർക്ക് മെറൂൺ പോളോ ടീഷർട്ട് വിത്ത് ഗ്രേ ട്രൗസർ. ഇത് കുറച്ച് മെച്ചുവർ ലുക്കാണ്. ഇത് നിങ്ങൾക്ക് ഈവനിങ് ഔട്ടിങ്സ്, ഡേറ്റിംഗ്, അതുപോലെ കാഷ്വൽ മീറ്റിങ്ങിന് ഇതെല്ലാം തന്നെ വർക്ക് ആവുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണിത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു വൈറ്റ് സ്നീക്കറോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് സ്നീക്കറോ കാഷ്വൽ ലോഫേഴ്സോ എല്ലാം തന്നെ ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സി, ലിനൻ ഷർട്ടും ബീച്ച് ട്രൗസറും. ഇത് ശരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെയറാണ്. ഇത് ശരിക്കും ഒരു പ്രീമിയം ഫീലാണ് ഈ ഒരു കോംബോയ്ക്ക്. ഇതും നിങ്ങൾക്ക് ഈവനിങ് ഔട്ടിങ്സിന്, പാർട്ടിക്ക് എല്ലാം തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോഫേഴ്സ് എല്ലാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വാർഡ്രോബിൽ കുറെ അധികം ഡ്രസ്സൊന്നും വേണ്ട. വളരെ കുറച്ച് പെയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റൈൽ ബിൽഡിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് മിഥുൻ സൈനിങ് ഓഫ്.